കുമാരേട്ടാ, ഒരു ലൈൻ സോഡ. നിങ്ങള് രാവിലെ തന്നെ ഇവിടെ സീറ്റ് ഉറപ്പിച്ചോ? കൊറച്ചു നേരായി. അല്ലാന്ന് നിങ്ങക്ക് വീട്ടില് പത്രം എത്തിച്ചൂടെ? ഇത് രാവിലെ തന്നെ പത്രം വായിക്കാനെന്ന് പറഞ്ഞ് ഇവിടെ ഇരിക്കാൻ നിങ്ങക്ക് നാണല്ലേന്ന്? എന്റെ ഗഫൂർക്ക, അങ്ങക്ക് അറിയാഞ്ഞിട്ടാണ്. ഞാനും കുമാരേട്ടനും ചക്കര ഈച്ചയും പോലെയാണ്. അങ്ങനത്തെ ബന്ധാണ്. അതിനെ കൊണ്ടാ രാവിലെ തന്നെ വരണത്, അല്ലാണ്ട് ഓസിന് പത്രം വായിക്കാനല്ല. പിന്നെ ഈ എന്റെ അളിയനല്ലേ. ഇതാ ഗഫൂർക്ക ലൈം സോഡ. എന്താ ചൂടല്ലേ? ലൈൻ സോഡക്കോ? അല്ല, ഇവിടെ മൊത്തത്തിൽ ചൂടാണെന്ന് പറയേനി. ചൂടായിട്ട് പുറത്തിറങ്ങാൻ കഴിയണില്ല. അല്ലടോ, ഈ എല്ലാരും മഴക്കാലത്ത് പറഞ്ഞത് ഈ മുടിഞ്ഞ മഴ കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ലാന്ന്. ഇപ്പം ചൂടായോ എന്റെ പ്രശ്നം? അത് പിന്നെ മഴയത്ത് എങ്ങനെ പുറത്തിറങ്ങാനാ? ഭയങ്കര പാടല്ലേ. മഴ പെയ്താൽ മഴ നിൽക്കാൻ വേണ്ടി നമ്മൾ പറയും, ചൂടായാൽ ചൂടിന്റെ കുറ്റവും പറയും. നിങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞ പടച്ചോൻ കൺഫ്യൂഷൻ ആയി പോവില്ലേ? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെ, എന്നാലും ഈ ചൂട് ലേശം കടുപ്പായി പോയി. മനുഷ്യന് പണിയെടുക്കാൻ പറ്റുന്നില്ല. ഉച്ചയാകുമ്പോഴത്തേക്കും ബാറ്ററി ഡൗൺ ആയി പോവുകയാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. നിങ്ങൾ ഭൂമിന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചു നോക്കി. അതെന്തേ? നിങ്ങളെ തലേന്ന് നിങ്ങളെ സമ്മതല്ലാണ്ട് ഒരു മുടി പിടിച്ച് വലിച്ചാ നിങ്ങൾ ചൂടാവൂലേ? ചൂടാവൊന്നും മാത്രല്ല, ഒന്ന് പൊട്ടിച്ചു കൊടുക്കും. അതുപോലെ തന്നെയല്ലേ ഭൂമിന്റെ കാര്യവും. ഭൂമിന്റെ സമ്മതല്ലാണ്ട് അതിന്റെ മേത്തുനിന്ന് മരങ്ങളൊക്കെ പീതെടുത്ത് കളയല്ലേ? അപ്പൊ ഞമ്മള് ഭൂമിക്കൊന്ന് ചൂടായിക്കൂടെ? Da 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 da